ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോഡ്സ് ബ്ലെസ്സി ഫ്രം ഡെത്തിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. ലാസ്റ്റ് വീക്ക് ഞാൻ ഇതിൻ്റെ എപ്പിസോഡ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മനഃപൂർവ്വം ഇടാത്തതല്ല, എപ്പിസോഡ് റിലീസായിട്ടുണ്ടായിരുന്നില്ല. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എപ്പിസോഡ് പോസ്റ്റ്പോൺ ചെയ്ത് വിട്ടതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇടാതെ ഇരുന്നത്. ഇപ്പോഴാണ് ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡ് റിലീസായത്. നമുക്കെന്നാൽ ഇനി നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു പ്രേതം കാരണം തുപ്പാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ റൂമിൽ പെട്ടു പോകുന്നുണ്ട്. ആ ഒരു പ്രേതത്തിനെ അവൻ കാണുമ്പോഴത്തേക്കും എസ്കേപ്പ് ആവാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒരു പ്രേതത്തിൻ്റെ പവർ വെച്ചിട്ട് ആ ഒരു പ്രേതം അവനെ പിടിച്ചു വയ്ക്കുകയാണ്. ആ ഒരു പ്രേതം എന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ കണക്കിന് അതിൻ്റെ കൈ ഇങ്ങനെ നീട്ടുന്നുണ്ട് അവൻ്റെ നേർക്ക്. എന്നാൽ അതിനൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവനെ രക്ഷിക്കാനായിട്ട് മറ്റൊരു പ്രേതം അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു പ്രേതത്തിൻ്റെ കഴുത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രേതം പിടിച്ചു വെച്ചേക്കുന്നത്. തുപ്പിനെ രക്ഷിക്കാനായിട്ട് വന്ന ആ ഒരു പ്രേതം ഇടയ്ക്കിടയ്ക്ക് മുമ്പത്തെ എപ്പിസോഡിൽ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. തുപ്പിനെ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്ത് കൂടെ നടക്കുന്ന അവനെ അറ്റാക്ക് ചെയ്യാത്തൊരു പ്രേതമാണത്. അപ്പോൾ തുപ്പാണെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രേതം അവൻ്റെ അടുത്ത് തുപ്പ് നീ ഇവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റേ അറ്റാക്ക് ചെയ്യാൻ വന്ന പ്രേതം നീ എന്തിനാണ് ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, മാറി നിന്നാൽ പോരെയെന്ന് അതിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രേതം മാറിക്കൊടുക്കുന്നില്ല. പകരം തുപ്പിനോട് വീണ്ടും അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായി പറയുന്നുണ്ട്. അങ്ങനെ തുപ്പ് അവിടെ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവൻ എങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് സിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ നേരെ സിംഗിൻ്റെ അടുത്തേക്കാണ് ഓടിയെത്തുന്നത്. സിംഗ് അപ്പോൾ എന്ത് പറ്റിയതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നെ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രേതം ഇപ്പോൾ എന്നെ എൻ്റെ ആൻറ്റീനെ അറ്റാക്ക് ചെയ്തു, എന്നാൽ ഇത്തവണ എന്നെ രക്ഷിക്കാനായിട്ട് മറ്റെന്തോ അങ്ങോട്ടേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അടിവരണ്ടെങ്കിലും ഇവർ താമസിക്കുന്ന ഒരു ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി സിംഗിനോടൊന്ന് സംസാരിക്കാനായിട്ട് കിങ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കിങ് അപ്പോൾ ഇവനെ കാണാനാണ് നീ പെട്ടെന്ന് ഓടിപ്പോയത്, എനിക്കാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതും തനിക്ക് തനിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് അവൻ എടുത്തു പറയുന്നുണ്ട്. അതോടെ തന്നെ സിംഗ് ആണെങ്കിൽ തുപ്പിനോട് നീ റൂമിൽ പോയി വെയിറ്റ് ചെയ്യാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സിംഗും മറ്റൊരിടത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് കിങ് പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് പോകാം, അവിടെ ചെന്നിട്ട് ടായിനെ നീ തന്നെ ഒന്ന് ഇൻട്രോഗേറ്റ് ചെയ്ത് നോക്ക്, ഈ ഒരു കേസിൽ ക്രെഡിറ്റ് വരേണ്ടത് നിനക്കൊരാൾക്കാണ്, നീയാണ് അത്രയും വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നിൻ്റെ അച്ഛൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴെങ്കിലും നിന്നെ അല്ലാതെ മറ്റാരെങ്കിലും മുന്നേ വരാനായിട്ട് സമ്മതിക്കാറുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് എനിക്കറിയാം എൻ്റെ അച്ഛനാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന്, പക്ഷേ ഇത്തവണ എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ തവണ എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ഇത്തവണ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും, ഈവൻ ദോ എൻ്റെ അച്ഛനെ സന്തോഷിപ്പിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടെങ്കിലും. ആ സമയം സിംഗ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, പിന്നെ നീ എന്തിനും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് കിങ് ആണെങ്കിൽ അവൻ്റെ കൈ കിടന്ന ഒരു സ്മാർട്ട് വാച്ച് കാണിച്ചു തന്നിട്ട് ഇത് നീ എനിക്ക് വാങ്ങിച്ചു തന്നെയാണ്, ഓർമ്മയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചു തരുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും മുമ്പ് ഒരുമിച്ച് അങ്ങനെ ക്ലോസ് ആയ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ടൈമിന് സിംഗിൻ്റെ ബർത്ത്ഡേക്ക് സിംഗ് ആണെങ്കിൽ അവന് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തൊരു വാഷായിരുന്നു ഇത്. കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ നിൻ്റെ കയ്യിൽ ഇട്ടേക്കുമെന്ന്. അങ്ങനെ ഇവ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കിങ് ആണെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ സിംഗ് ചോദിക്കുന്നുണ്ട് അല്ല നിൻ്റെ അടുത്ത് ഇത് കളയാനായിട്ട് ഞാൻ മുന്നേ പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാണ് ഇത് വച്ചേക്കുന്നതെന്ന്. കിങ് അപ്പോൾ തിരിച്ച് പറയുന്നുണ്ട് ഞാനിത് എങ്ങനെ കളയാനാണ്, നമ്മൾ രണ്ടുപേരും പരസ്പരം പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയുന്നൊരു പ്രോമിസ് അല്ലേ ഈ ഒരു വാഷ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയം സിംഗ് ആണെങ്കിൽ കിങ്ങിൻ്റെ കൈ കിടക്കുന്ന ഒരു വാച്ച് അഴിച്ചു മാറ്റാനേ നോക്കുന്നുണ്ട്. കിങ് അപ്പോൾ അന്ന് എൻ്റെ അച്ഛനാണെങ്കിൽ നിൻ്റെ ജോലി കളയാൻ നോക്കുമ്പോൾ നീയാണെങ്കിൽ ട്രാൻസ്ഫർ ആയിക്കോട്ടെ എന്നൊരു സമ്മതം ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിൻ്റെ ജോലി ഇപ്പോൾ പോകാത്തത്, നീ സ്നേഹിക്കുന്ന നിനക്ക് നഷ്ടപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതെന്ന് പറയുന്നുണ്ട്. എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്നും കിങ് പറയുന്നുണ്ട്. ആ സമയം സിംഗ് നമുക്കിനി ആ ഒരു ഇതിലോട്ടൊന്നും തിരിച്ചു പോകാനേ പറ്റത്തില്ല എന്ന് പറയുകയാണ്. കിങ് അപ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള മെമ്മറീസ് എല്ലാം നീ മറന്നു കളയണമെന്ന് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല, ആ മെമ്മറീസ് എല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, അതുമാത്രമല്ല അതിനുശേഷം എനിക്ക് ഉണ്ടായ പെയിനും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, പക്ഷേ അന്ന് നിൻ്റെ അച്ഛൻ കാരണമാണ് നിനക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നേന്ന് നീ എന്നോട് തുറന്നു പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്തേനെ, പക്ഷേ നീ അത് ചെയ്തില്ല, നീ എടുത്ത ഡിസിഷൻ ഭയങ്കര റോങ് ആയിട്ടുള്ള ഒന്നായിരുന്നു, ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ ലവേഴ്സായിട്ട് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല, നീ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമേ ആയിരിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. കിങ് ആ സമയം അതായാലും മതി, ഒന്നും ആയിരിക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് നിൻ്റെ ഫ്രണ്ടായിട്ടിരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം സിംഗ് എങ്കിൽ ശരി നീ അതൊക്കെ വിട്ടിളങ്ങിക്കാനായിട്ട് പറയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ തുപ്പാണെങ്കിൽ എന്തോ ഡ്രോയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. സിംഗ് വരുമ്പോഴത്തേക്കും തുപ്പൊന്നും ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സിംഗ് എന്തോ പറ്റി, ഞങ്ങൾ എന്താ സംസാരിച്ചത് നിനക്ക് അറിയണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. തുപ്പപ്പോൾ ഇല്ല എനിക്കങ്ങനെ സംശയമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സിംഗ് ആ ടൈമിൽ ഇനിയിപ്പോൾ സംശയിക്കേണ്ട യാതൊരു ആവശ്യമില്ല, എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്, ഇനി യാതൊരു പ്രശ്നം ഉണ്ടാവത്തുമില്ല, നമ്മളാണെങ്കിൽ ഇനി എപ്പോഴും ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നൈറ്റ് ഒരുമിച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ടൈമിന് തുപ്പിനാണെങ്കിൽ കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. അവൻ്റെ മൈൻഡിൽ അവൻ ആ ഒരു പ്രേതം അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആ ഒരു പ്രേതം ഉണ്ടല്ലോ അതിൻ്റെ ചിന്ത മാത്രമാണ് മനസ്സിലുള്ളത്. അങ്ങനെ അവൻ എഴുന്നേറ്റിരുന്നിട്ട് അതിൻ്റെ ഒരു ഡ്രോയിങ് ചെയ്യാനായി തീരുമാനിക്കുന്നുണ്ട്. ആ ഒരു പ്രേതം എപ്പോഴൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ ഇൻസിഡൻസിൽ അവനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം കാണിക്കുന്നത് മറ്റ് പോലീസുകാർ അതായത് മെക്കും ഒക്കെ തന്നെ ഇപ്പോൾ ആ ടായിനെ വീണ്ടും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ പിടിച്ചു വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അപ്പോൾ അയാളുടെ അടുത്ത് 25 വർഷം മുമ്പ് സിസ കെട്ടിന്ന് പോലീസുകാരനായിട്ടിരുന്ന നിങ്ങൾ ഒന്ന് റിസൈൻ പോലും ചെയ്യാതെ നിങ്ങളുടെ വൈഫ്
വൈഫിനെ കൊന്നതിൻ്റെ ആ ഒരു പേടിയിൽ അവിടെ നിന്ന് ഓടിപ്പോയില്ലേ? എങ്ങനെയാണ് എക്സാക്ട്ലി നിങ്ങളുടെ വൈഫ് മരിച്ചത്, എങ്ങനെയാണ് നിങ്ങൾ കൊന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ അയാളാണെങ്കിൽ അതിനെൻ്റെ വൈഫിനെ കൊന്നത് ഞാനല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അയാളോട് മറ്റൊരു പോലീസുകാരൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങളാണെങ്കിലും അല്ലെങ്കിലും തെളിയിക്കാനായിട്ട് ഇവിടെ തെളിവുള്ള സംഭവങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ മറ്റൊരു ലേഡിയുമായിട്ട് ചീറ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ വൈഫും തമ്മിൽ പ്രശ്നം ഉണ്ടായെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല അതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ആക്ച്വലി അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, ഞാനപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ അവൾ അടിച്ചതാണ്, അവൾ മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അത്തിക്കുൻ മരിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത്തിക്കുനിനെയാണ് ഇപ്പോൾ കില്ലറാക്കിയൊക്കെ ഇവർ വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളാണെങ്കിൽ പെട്ടെന്ന് അത്തിക്കുനിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഒരു തുപ്പിന് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രേതം ഇയാളുടെ മുന്നിലേക്ക് വരുന്നത്. ഇയാളതിനെ കാണുമ്പോൾ ഒന്ന് പേടിച്ച് പോകുന്നുണ്ട്. ചുറ്റിലും നോക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു പ്രേതത്തിനെ കാണുന്നില്ല, അത് മാങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാളിങ്ങനെ പറയുന്നുണ്ട്, അത്തിക്കുൻ മരിച്ചത് നിങ്ങളോട് ആരാണ് പറഞ്ഞതെന്ന്. അതിനുശേഷം കാണിക്കുന്നത് സേയും ഡാരനും അവരുടെ വർക്ക് പ്ലേസിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ്. സേയാണെങ്കിൽ തനിക്ക് ഈ കേസിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഡാരനപ്പോൾ അല്ല എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഈ ഒരു ഫോറൻസിക്കിനെ ടെസ്റ്റ് വെച്ചിട്ടും പിന്നെ പോലീസ് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു കേസിൽ ഓരോ ദിവസമായിട്ടാണ് ആ കില്ലർ 7 പേരെ കൊന്നിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോരുത്തരെ കൊന്നു വരുമ്പോഴത്തേക്കും എന്തായാലും 7ാമത്തെ ആളെ കൊല്ലുന്ന ദിവസം കൊണ്ട് തന്നെ ഫസ്റ്റ് കൊന്ന ഒരാളുടെ ബോഡി നല്ലതുപോലെ അഴുകിയിട്ടുണ്ടായിരിക്കും. ഒരിക്കലും ആ ഒരു മരത്തിൽ നമ്മൾ ആ കേസ് കണ്ടതുപോലെ തൂക്കിയിടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പിന്നെ അയാളാണെങ്കിൽ ആ ബോഡിയൊക്കെ എങ്ങനെയായിരിക്കും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവത്തില്ലേ, അല്ലെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു അവസരമൊക്കെ എങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഡറിനപ്പോൾ മേ ബി ഒരു കോൾഡ് റൂം അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അതല്ലെങ്കിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡെല്ലാം പ്രിസർവ് ചെയ്ത് വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഏതെങ്കിലും വലിയ ബോക്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യാൻ ചാൻസ് എന്നും പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കിങ്ങും സിങ്ങും തുപ്പും എല്ലാം തന്നെ അവർ താമസിക്കുന്ന ഒരു ഹോട്ടൽ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്നതാണ്. അപ്പോൾ കിങ് ആണെങ്കിൽ ഞാൻ ആദ്യമേ അങ്ങ് തിരിച്ചു പോവുകയാണ്, നിങ്ങൾ വേഗം വരാനായി പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം സിങ്ങും തുപ്പും പോകാനായി ഇറങ്ങുമ്പോൾ തുപ്പാണെങ്കിൽ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പോകുന്നതിന് മുന്നേ എനിക്കാണെങ്കിൽ വേഗം എൻ്റെ അങ്കിളിനെ ഒന്ന് കാണാൻ പോകണമായിരുന്നു, നീ എന്നെ അങ്ങോട്ടേക്കൊന്ന് കൊണ്ടുപോകാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് തുപ്പിൻ്റെ സിങ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തുപ്പ് ഒറ്റയ്ക്ക് ഇറങ്ങി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുപ്പൊന്ന് പോകുന്നതിന് മുന്നേ സിങ് ആണെങ്കിൽ കൂടെ വരണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുപ്പ് ഇല്ല വേണ്ട ഞാൻ തന്നെ പോയി ചോദിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നേരെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ അങ്കിൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. തുപ്പ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അങ്കിളോ ഞാൻ വിചാരിച്ചു നീ ഓൾറെഡി പോയി നീ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ അങ്കിൾ ഞാൻ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു, ഞാൻ അതിനുമ്പോൾ ഒരു കാര്യം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്ത ആ ഒരു പ്രേതം അതിൻ്റെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ അങ്കിളിനെ കാണിച്ചിട്ട് ബാക്കി എല്ലാ പ്രേതങ്ങളും എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്രേതം എന്നെ വിട്ട് പോകുന്നുമില്ല, അതുപോലെ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു പ്രേതം എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഇത് അങ്കിളിന് അറിയാമെന്നുള്ള ആരെങ്കിലും ആണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അങ്കിൾ നോക്കിയിട്ട് ഇല്ല എനിക്കറിയത്തില്ല, നീ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ നോക്കും, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഉപ്പാ ടൈമിന് ഇല്ല അങ്കിൾ എനിക്ക് അറിയണമെന്നുണ്ട്, എന്നെ എന്തിനാണ് ഈ പ്രേതം പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന്, ഇത് ആരാണെന്ന് അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാനേ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയം അങ്കിൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയത്തില്ല, നീ ആണെങ്കിൽ പോകാനേ നോക്കാനേ അവനോട് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ തുപ്പ് പറയുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു പ്രേതം ആയാൽ പോലും അതിൻ്റെ വായും കണ്ണും എല്ലാം കെട്ടിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ മിക്കവാറും ഈ ഒരു പ്രേതം ആ ഒരു റിച്വൽ കേസിൽ വിക്റ്റിമായിട്ടുള്ള ഒരു മരിച്ച ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ഞാൻ കാണുന്ന എല്ലാ പ്രേതങ്ങളും എന്നെ അറ്റാക്ക് ചെയ്യാനും എൻ്റെ ക്ലോസ് ആയിട്ടുള്ളവരെങ്കിലും ഉപദ്രവിക്കാനുമാണ് നോക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രേതം മാത്രം എന്നെ വിട്ട് പോകുന്നുമില്ല, എന്നെ ആണെങ്കിൽ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്കിള് കുറേ കാലം എന്നെ നോക്കിയിരുന്ന ആ ഒരു സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമായിരിക്കുമല്ലോ, ആ സ്വാമി നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് അപ്പോൾ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ഡറിനെയാണ്. ഇപ്പോൾ ഡറിനാണെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ശാന്തി താമിലേക്ക് പോകുന്നുണ്ട് അവൻ വീണ്ടും. അവിടെ വെച്ചിട്ട് അവനാണെങ്കിൽ സ്വയം ഒന്ന് സേഫ് ആവാൻ കണക്കുള്ള ഒരു റിച്വൽ പോലത്തെ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അതെല്ലാം തന്നെ അവിടുത്തെ മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്തതിന് ശേഷം അവനാണെങ്കിൽ ഒരു വെള്ളം പോലത്തെ സംഭവം കുടിക്കാനേ കൊടുക്കുന്നുണ്ട്. അത് അവൻ കുടിക്കാനേ തുടങ്ങുന്ന ടൈമിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് സേ കയറി വന്നിട്ട് ഡറിൻ അത് കുടിക്കുന്നതിൽ നിന്ന് തടയുവാണ്. സേ എന്നിട്ട് ഞാനിവനെ കൊണ്ടുപോകാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു റിച്വൽ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കാതെ ഡറിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കൊണ്ടുപോകുന്ന ടൈമിൽ ഡറിൻ്റെ അടുത്ത് നീയാണെങ്കിൽ ആ വെള്ളം കുടിക്കാതിരുന്നത് നന്നായി, അതിൻ്റെ അകത്തിന് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ എന്നൊക്കെ പറയുമ്പോൾ ഡറിനാണെങ്കിൽ അതിനങ്ങനെ പേടിക്കാനായിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ ഈ കാര്യങ്ങളിലെല്ലാം കൂടുതൽ വിശ്വസിച്ച് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിൻ്റെ ദേഹത്തോടെ ഒഴിച്ച വെള്ളത്തിൽ തന്നെ എന്തുണ്ടെന്ന് ആർക്കറിയാം, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചും കണ്ട് നിൽക്കാനേ പറയുന്നുണ്ട്. ആ സമയം ഡറിൻ ശരി നീയുമായിട്ട് വഴക്കുണ്ടാക്കാൻ ഞാനില്ല, നീ തന്നെ ജയിച്ചു എന്നും പറഞ്ഞിട്ട് അവരുടെ അവിടെ നടന്നു പോകുന്നുണ്ട്. അടുത്ത് വീണ്ടും തുപ്പിനെയൊക്കെ തന്നെ കാണിക്കുമ്പോൾ തുപ്പ് അവൻ്റെ അങ്കിളിൻ്റെ അടുത്ത് എന്താ അങ്കിൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നിർബന്ധിക്കുന്നുണ്ട്. ആ സമയം അങ്കിൾ പറയുന്നുണ്ട് നിൻ്റെ ഫാമിലിനെ കുറിച്ചോ ഒന്നിനെക്കുറിച്ചും തന്നെ നിന്നോട് പറയരുതെന്നാണ് നിന്നെ നോക്കി വളർത്തിയ ഒരു സ്വാമി എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നീയാണെങ്കിൽ അത് അറിയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി ഫോട്ടോ
ഒരു കുഞ്ഞു ഭാഗം ഉണ്ടായിരുന്നു, അതിങ്ങനെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആ ഡ്രോയിങ് വരച്ചല്ലോ ഒരു പ്രയത്തിൻ്റെ, അത് ആക്ച്വലി ദാവോ ആണ്, അതാണ് നിൻ്റെ അമ്മയെന്ന് പറയുന്നുണ്ട്. നിൻ്റെ അമ്മയാണെങ്കിൽ ഒരു പോലീസുകാരൻ കൊണ്ടുനടന്ന ഒരു ലേഡി ആയിരുന്നു. നിൻ്റെ അമ്മ അതുവഴി പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് നീ ജനിച്ചത്. നിൻ്റെ അമ്മ വിചാരിച്ചത് നീ ജനിക്കുമ്പോഴെങ്കിലും ആ ഒരു പോലീസുകാരൻ അയാളുടെ കുടുംബം വിട്ട് വന്നിട്ട് നിൻ്റെ അമ്മേനെയൊക്കെ കെയർ ചെയ്യും, നിങ്ങളെ സ്നേഹിക്കുമെന്നാണ്. എന്നാൽ അയാളുടെ തനി സ്വഭാവം പുറത്തെടുത്തു, നിങ്ങൾ അയാൾ കൂട്ടിയില്ല, ഒഴിവാക്കി കളഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആൾക്കാരിറങ്ങി അങ്ങനെ ഒരു പേരുദോഷം വരരുതെന്നും നിൻ്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി എന്തോ ഒരു പ്രശ്നം ഉണ്ടാകുന്നതും നിന്നെ രക്ഷിക്കാനായിട്ട് നിൻ്റെ അമ്മയുടെ കയ്യിലേക്ക് നിന്നെ കൊണ്ട് ഏൽപ്പിക്കുന്നതും. നിൻ്റെ അമ്മയാണെങ്കിൽ പിന്നീട് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. എന്താണ് കാരണമെന്ന് അറിയത്തില്ല. നിൻ്റെ അമ്മയുടെ ബോഡി കാണുമ്പോഴത്തേക്കും ആ ഒരു റിച്വല് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരുന്നു, വായും കണ്ണും എല്ലാം തന്നെ തുന്നിക്കെട്ടിയ രീതിയിൽ. ചിലർ പറയുന്നു നിൻ്റെ അമ്മയുടെ എക്സ് ഹസ്ബൻഡാണ് നിൻ്റെ അമ്മേനെ കൊന്നതെന്ന്. ചിലർ പറയുന്നു ബ്ലാക്ക് മാജിക്കിൽ നിൻ്റെ അമ്മേനെ അങ്ങനെ ഒരു കരുവാക്കി മാറ്റിയിട്ട് കൊന്നതാണെന്ന്. പക്ഷേ ശരിക്കുള്ള റീസൺ എന്താണെന്ന് ഇതുവരെയായിട്ട് ആർക്കും അറിയത്തില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിനാണ് നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നെ കൊണ്ട് കൊടുത്തതും നിന്നെ രക്ഷിക്കാനായിട്ട് പറ്റിയതും. അങ്ങനെ നിൻ്റെ മുത്തശ്ശിയാണെങ്കിൽ നിന്നെ സ്വാമിയുടെ കയ്യിലേക്ക് കൊണ്ടേൽപ്പിച്ചു. അങ്ങനെയാണ് സ്വാമി നിന്നെ എടുത്ത് വളർത്തിയെന്ന് പറയുന്നുണ്ട്. ഉപ്പപ്പോൾ തന്നെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ നിൻ്റെ അച്ഛൻ്റെ പേരെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ഓർക്കുന്നില്ല. എനിക്കിപ്പോൾ ഓർമ്മ വന്നു, നിൻ്റെ അച്ഛൻ്റെ പേര് അത്തിക്കുന്നായിരുന്നു. അതാണെങ്കിൽ ഇവിടെ മുമ്പുണ്ടായിരുന്നൊരു പോലീസ് ഓഫീസറായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ അത്തിക്കുന്നാണ് ആ റിച്വൽ കേസിൽ പ്രതിയായിട്ട് ഇവർ കണക്കാക്കി ഇത്രയും ദിവസം അന്വേഷണം നടന്നത്. അപ്പോൾ ഇയാൾ തന്നെയാണ് ഇവൻ്റെ അച്ഛനെന്ന് ഇപ്പോൾ അറിയുമ്പോഴത്തേക്കും ഇവൻ വല്ലാണ്ടങ്ങായി പോകുന്നുണ്ട്. ഇതേ സമയം മെക്കിനെയും മറ്റ് പോലീസ് ഓഫീസേഴ്സിനെയും കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ടായിനെ ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ടായുടെ സംസാരം വെച്ചിട്ട് ഈ ഒരു അത്തിക്കുൻ മരിച്ചിട്ടില്ല, അയാൾ മരിക്കാതെ ജീവനോടെ ഇപ്പോഴും എവിടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഉള്ളതായിട്ട് ഇവർക്ക് ഡൗട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവർ ഉടനെ തന്നെ സിങ്ങിനെ കോൾ ചെയ്തിട്ട് അത്തിക്കുൻ മരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്ത് സംഭവിച്ചിട്ടാണ് അയാൾ മരിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അയാൾക്കെന്ന് വയ്യായ്ക്ക് വന്നിട്ട് മരിച്ചു എന്നാണ് കേട്ടറിഞ്ഞത്. പിന്നെ അയാളുടെ കൂടെ വർക്ക് ചെയ്ത ആരും തന്നെ അയാളെ വീട്ടിലേക്ക് പോയിട്ടില്ല, ജസ്റ്റ് ആരെ അറിയിക്കാതെയാണ് അയാളെ മരണാനന്തര ചടങ്ങുകൾ നടത്തിയെന്നാണ് കേട്ടതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അപ്പോൾ അയാളുടെ ബോഡി ആരും കണ്ടിട്ടില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം വെക്ക് ഞങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ചായയുടെ സംസാരത്തിൽ നിന്ന് ഈ അത്തിക്കുൻ ആക്ച്വലി മരിച്ചിട്ടില്ല, എന്തോ ഒരു പ്ലാനിങ് നടത്തി അയാളുടെ മരണം വരുത്തി തീർച്ചതുപോലെയാണ് തോന്നുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിൽ സിങ്ങാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാനായി നിൽക്കാം, നിങ്ങളാണെങ്കിൽ വീണ്ടും ടായിനെ ഇൻട്രോഗേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതേസമയം തുപ്പ് അങ്കിളിനോട് സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവനങ്ങനെ വണ്ടിയിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്കും നിനക്ക് അറിയാനുള്ള കാര്യങ്ങളെല്ലാം നീ അന്വേഷിച്ചു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഞാൻ അന്വേഷിച്ചു, ഞാൻ എല്ലാം മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ ശരിയെന്നാൽ നമുക്ക് പോകാം, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് തിരിച്ചെത്തണം. കാരണം ആ ഒരു അത്തിക്കൂൻ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ അയാൾ മരിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഒരു സംശയമുണ്ട്. അയാളെ മരണം ഫേക്കാക്കി നടത്തിയതാണെന്നും ഒരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തുപ്പാണെങ്കിൽ ആക്ച്വലി ഈ അത്തിക്കൂൻ എൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സിംഗും അങ്ങ് ഷോക്കായി പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സെയിനയും ഡറിനെയാണ്. രണ്ടുപേരും ഇപ്പോൾ ഒരു ശാന്തി താമിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ. അവരങ്ങനെ നടന്നിറങ്ങുന്ന ടൈമിന് ഡറിനാണെങ്കിൽ മുകളിലുള്ള ഒരു സീലിംഗ് നോക്കുമ്പോഴത്തേക്കും അതുവഴി കുറേ പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പൈപ്പ് ചെയ്ത് ഭയങ്കര കൂളായിട്ടുള്ള കാറ്റ് വരുന്നതായിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്താണ് ഈ പൈപ്പിൽ നിന്ന് തണുത്ത കാറ്റ് വരുന്നത്, എന്താണ് സംഭവം എന്ന്. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ ആ മുകളിലെ നിലയിലോട്ട് കയറി നോക്കുകയാണ്. കയറി നോക്കുന്ന ടൈമിന് അവിടെ സൈഡിൽ ഒരു റൂം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ റൂമിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ ഡോറിൻ്റെ സൈഡിൽ കുറേ ഉപ്പോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ കിടക്കുന്നത് കാണുന്നുണ്ട്. അതെല്ലാം തന്നെ സേ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡോറിലേക്ക് കൈ വെക്കുമ്പോഴത്തേക്കും ആ ഒരു ഡോറ് ഭയങ്കര തണുപ്പായിരുന്നു. സേക്ക് അതുകൊണ്ട് തന്നെ അതിന് വല്ല കോൾഡ് റൂമും ആയിരിക്കുമോ എന്നൊക്കെ ഡൗട്ട് വരുന്നുണ്ട്. എന്നാൽ അതേ ടൈമിൽ രണ്ടുപേരും വിചാരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു സ്ഥലത്ത് എന്തിനാ ഒരു കോൾഡ് റൂം എന്നൊക്കെ. ആ ടൈമിൽ എന്നെ ഡറിനാണെങ്കിൽ നമുക്കൊന്ന് നോക്കാൻ നിൽക്കണം, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നുണ്ട്. അടുത്ത് പിന്നീട് സിങ്ങിനെയും തുപ്പിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ സിങ് തുപ്പിനെയും കൊണ്ട് സംസാരിക്കാനായിട്ട് മറ്റൊരിടത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അവിടെ വെച്ചിട്ട് സിങ്ങാണെങ്കിൽ നീ വെറുതെ ടെൻഷൻ ആകണ്ട, മേ ബി അത്തിക്കുന്ന് നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞല്ലോ, അതൊരു പക്ഷേ തെറ്റായിരിക്കും, ചിലപ്പോൾ നിൻ്റെ അച്ഛനും അയാൾ വേറെ ആൾക്കാരായിരിക്കും എന്ന് പറയുന്നുണ്ട്. തുപ്പ ടൈമിന് പറയുന്നുണ്ട് പക്ഷേ ഒരുപക്ഷെ അതെൻ്റെ അച്ഛൻ തന്നെയാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു കൊലയാളിയുടെ മകനാവത്തില്ലേ, അതും എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. എൻ്റെ അമ്മേനെ വരെ കൊന്നു, എന്നെയും കൊല്ലാൻ നോക്കി, ആ ഒരാളിപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ സിങ്ങാണെങ്കിൽ തെളിവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇനിയിപ്പോൾ നീ അയാളുടെ മകനാണെങ്കിൽ പോലും നിന്നെ ഒരിക്കലും വേറെ ആരും വെറുക്കത്തില്ല. DNA മാച്ചിങ് ആയിട്ടുള്ളൊരു മാത്രമല്ല ഫാമിലി ആയിട്ട് വരുന്നത്, നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ പോലും നമ്മുടെ ഫാമിലിയാണ്. നിനക്കിപ്പോൾ ഉള്ള ഫാമിലി അത് ഞാനാണ്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും വിഷമിക്കരുത്, എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീയും നിൻ്റെ അച്ഛനും ഒരിക്കലും ഒരുപോലെയുള്ള ആൾക്കാരെ അല്ല എന്ന് പറയുന്നുണ്ട്. ഉപ്പിനപ്പോൾ നിനക്കെന്നെ ശരിക്കും വിശ്വാസമാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഞാൻ അതിനെ നന്നായിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട്, നീ ഒരിക്കലും ഇതിനെക്കുറിച്ച് അതിന് ടെൻഷനാവേ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ മെക്കും എല്ലാവരും കൂടെ തന്നെ നേരെ ഒരു ശാന്തി താമിലേക്ക് വരുന്നതാണെന്ന് സെർച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും സംസാരിക്കുന്ന ആൾക്കാരെടുത്ത് ഇവിടെ സെർച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും ബ്ലഡ് സാമ്പിളും കളക്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ആ ടൈമിന് മെയിനായിട്ടുള്ള ആളാണെങ്കിൽ ഓക്കെ എന്നുള്ള ഇതിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റാൾക്കാർ പറ്റത്തില്ല
പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ എല്ലാം ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരാണെങ്കിൽ ഞങ്ങളുടെ റിലീജിയൻ്റെ സംഭവത്തിനും എല്ലാത്തിനും തന്നെ എതിരെ പ്രവർത്തിച്ച് ഓരോന്ന് ചെയ്യാണ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കെതിരെ കുറേ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടി ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പ്രശ്നമാവുമെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ഇവരോട് പിന്നീട് വരാനായിട്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോകാനായി തുടങ്ങുമ്പോൾ അവിടെ വെച്ചിട്ട് സെയിനെയും ഡറിനെയും ഇവർ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളെന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഡറിന് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ ഇങ്ങനെ വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പിന്നൊരിക്കൽ വരാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കിങ്ങിൻ്റെ അച്ഛൻ ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്നതാണ്. അതിൽ വെച്ചിട്ട് ഈ ടായാണ് കില്ലറെന്നും ടായിനെ നമ്മൾ പിടികൂട്ടിയെന്നും ഉടനെ തന്നെ അയാൾ കോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കേസ് ക്ലോസ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിക്കുള്ള കാര്യങ്ങളൊന്നും അല്ല ഇയാൾ ചെയ്യുന്നത്. പക്ഷേ കിങ്ങിനിപ്പോൾ അയാളെ എതിർക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നീട് ടായിനെ കാണിക്കുകയാണെങ്കിൽ അയാളിപ്പോൾ ഒരു ഇൻട്രോഗേഷൻ റൂമിൽ ഇരിക്കുന്ന ടൈമിൽ ആ ഒരു എല്ലാവരും ഉപദ്രവിക്കുന്ന പ്രേതം അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു പ്രേതം അയാളുടെ തല പിടിച്ച് ബെഞ്ചിലേക്ക് ഇടിക്കുകയും അങ്ങനെ കുറേ തവണ ഇടിക്കുമ്പോഴത്തേക്കും അയാൾ മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സിങ്ങിനെയും തുപ്പിനെയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ടൈമിന് കിങ് ആണെങ്കിൽ സിങ്ങിനെ കോൾ ചെയ്തിട്ട് എൻ്റെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ചെയ്ത പരിപാടി എന്താണെന്ന് നീ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ നിൻ്റെ അച്ഛൻ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയെന്ന് സിങ് ചോദിക്കുന്നുണ്ട്. കിങ് അപ്പോൾ അത് നീ തന്നെ ഫോൺ എടുത്ത് ന്യൂസാക്കി നോക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിപ്പോൾ ടായാണെങ്കിൽ ശരിക്കും മരിച്ചു പോയിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും സിങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് പോലെ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ആ കേട്ടാൻ്റെ ഒരു പ്രതി മരിച്ചുപോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ സിങ്ങിന് സംശയം കിങ്ങിൻ്റെ അച്ഛൻ തന്നെയാണോ ഇയാളെ കൊന്നതെന്നാണ്. അങ്ങനെ തുപ്പും സിങ്ങും തിരിച്ച സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ സിങ്ങാണെങ്കിൽ കിങ്ങിൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളിങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നതും അയാളാണ് കില്ലറെന്നും പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാൻ നോക്കുന്നതൊക്കെ ഒരു ദിവസം ആൾക്കാർ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കിങ്ങിൻ്റെ അച്ഛൻ നിന്നെ ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പോവാണ്, നിന്നെ മാത്രമല്ല കിങ്ങിനെയും ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ പോവാണെന്ന് പറയുമ്പോൾ സിങ്ങാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ ഞാനാണെങ്കിൽ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ നിന്നെ പോലുള്ള പോലീസുകാരെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ നേരത്തെ ഒഴിവാക്കേണ്ടായിരുന്നു, പവർ വെച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറിൽ സൈൻ ചെയ്ത് അവൻ്റെ കയ്യിലേക്ക് ഇയാൾ കൊടുക്കുന്നുണ്ട്. അവനപ്പോൾ അത് വാങ്ങിച്ചിട്ട് നോയിക്കോ ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തുപ്പ് അവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. തുപ്പ് എന്തായി കാര്യം നോക്കുമ്പോൾ എന്നെ അവർ കേസിൽ നിന്ന് പുറത്താക്കി, പക്ഷേ ഞാനാണെങ്കിൽ ജീവനോടിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ കേസ് വിടത്തില്ല, ഞാനിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, എനിക്ക് ഉറപ്പാണ് ടാ അല്ല ഇതിൻ്റെ കില്ലർ, ഇനിയിപ്പോൾ ആണെങ്കിൽ തന്നെ അയാൾ ഒറ്റയ്ക്കല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ഉറപ്പായിട്ടും അടുത്ത ആളെയും കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറയാണ്. പക്ഷേ ഇപ്പോൾ അതിനാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് നീയാണ്. നീ ശരിക്കും ആ ഒരു അത്തിക്കുൻ്റെ മകൻ തന്നെയാണെങ്കിൽ നിൻ്റെ DNA വെച്ചിട്ട് നിൻ്റെ DNA ആയിട്ട് മാച്ച് ആവുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിക്കും, ഒരുപക്ഷെ അത്തിക്കൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആ DNA വെച്ച് തന്നെ അയാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. തുപ്പു അപ്പോൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തുപ്പിൻ്റെ DNA സാമ്പിളൊക്കെ എടുത്തിട്ട് ഇവൻ ഉടനെ തന്നെ ഫോറൻസിക്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് സേയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. സേയാണെങ്കിൽ താൻ അന്വേഷിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം ഡറിനാണെങ്കിൽ ഒരു കോൾഡ് റൂം ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവനിങ്ങനെ നോക്കുന്ന കാണുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് വന്നത് സേയും നോക്കുന്നുണ്ട്. അതിൽ നോക്കുമ്പോൾ ശാന്തി താം ഹൗസിൽ അവർ കണ്ടല്ലോ ഒരു കോൾഡ് റൂം ഉള്ളതുപോലെ ഒരു സംശയം തോന്നിയൊരു മുറി, ആ റൂമിൽ തന്നെ ഇങ്ങനൊരു കമ്പനിയുടെ പേര് എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം കമ്പനിയുടെ പേര് ഈ കോൾഡ് റൂം ഇൻഡസ്ട്രിയൽസിൻ്റെ പേരിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ശരിക്കും അവിടെ ഉള്ളത് ഒരു കോൾഡ് റൂം ആവാൻ സാധ്യതയുണ്ടെന്ന് ഇവർക്ക് ഡൗട്ട് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്തിനായിരിക്കും അതെന്ന് ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. സേ ഡറിനോട് ആ ഒരു റൂമിൽ ടെമ്പറേച്ചർ വെച്ചിട്ട് ഒരു ഡെഡ് ബോഡിയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുമോയെന്ന് അവനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ബോം എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ അവൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള പയ്യനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. ഈ ബോം ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 7 പേരെ ഡെഡ് ബോഡി കണ്ടെത്തിയ ആ ഒരു മരമൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്ത് കുറച്ച് പയ്യന്മാർ യൂട്യൂബേഴ്സ് വീഡിയോ ലൈവ് എടുക്കാനും പ്രേതത്തിനെ പിടിക്കാനൊക്കെ പോയത് നമ്മൾ കണ്ടതാണ്. ആ പിള്ളേരെ നമ്മൾ വീണ്ടും പല പല എപ്പിസോഡ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് നമ്മൾ കണ്ടപ്പോഴത്തേക്കും അതിൽ മെയിനായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു പയ്യൻ ഇപ്പോൾ വിയേർഡായിട്ട് പെരുമാറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ അവനെ കെയർ ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടിയും മറ്റൊരു പയ്യനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പയ്യനാണ് ഈ ബോം എന്ന് പറയുന്നത്. ആ ഒരു ബോം ഇവരെ ടീമിൽ തന്നെയുള്ള വേറൊരു പയ്യനെ കാണാനായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ വന്നിട്ട് എന്തായുടെ കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പയ്യൻ കമ്പ്യൂട്ടറിൽ എന്തോ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. പെട്ടെന്ന് ഈ ബോം അവിടെ ഇരുന്നൊരു ബാറ്റ് പോലത്തെ സംഭവം എടുത്തിട്ട് ഈ പയ്യനെ തലക്കടിച്ച് വീഴ്ത്താണ്. ബോം എന്നിട്ട് ആ ഒരു പയ്യനെ താഴേക്ക് വലിച്ചിടുന്നുണ്ട്. എന്നിട്ട് ആ പയ്യൻ്റെ അടുത്ത് ഐ എം സോറി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ കുറേ തവണ അടിക്കുന്നുണ്ട്, ആ ഒരു പയ്യനെ കൊല്ലുന്നുണ്ട്. പിന്നീട് അടുത്ത് വീണ്ടും തുപ്പിനെയും സിങ്ങിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ഫോറൻസിക് റിസൾട്ട് എല്ലാം തന്നെ സേയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സേ അങ്ങനെ കോൾ ചെയ്തിട്ട് തുപ്പിൻ്റെ DNA ഒരാളുമായിട്ട് മാച്ച് ആവുന്നുണ്ടെന്നുള്ള കാര്യം സിങ്ങിനോട് പറയുന്നുണ്ട്. അത് ആരുമായിട്ടാണ് മാച്ച് ആവുന്നത്, ശാന്തി താമിലുള്ള ആരെങ്കിലും ആയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അത് പിന്നെ ആ ഒരു യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പിള്ളേരില്ലേ, ആ ഒരു പിള്ളേരുടെ DNA അന്നേ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ബോം എന്ന് പറയുന്നൊരു പയ്യൻ്റെ DNA-മായിട്ടാണ് തുപ്പിൻ്റെ DNA മാച്ച് ആവുന്നത്. ഒരുപക്ഷെ അവർ ഒരേ ഫാമിലിയിൽ പെട്ട ആരെങ്കിലും ആയിരിക്കും, അതല്ലെങ്കിൽ മേ ബി അവർ സിബ്ലിങ്സ് ആവാനും ചാൻസ് ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ സിങ് കേൾക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്.
ഈ കഥയുടെ ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട് എന്താവും എന്നറിയാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് ഇപ്പം തന്നെ കിട്ടണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ഇരിപ്പാണെങ്കിൽ ഞാൻ മിക്കവാറും സീരീസിൻ്റെ ഫൈനൽ എപ്പിസോഡ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നോവൽ എടുത്ത് വെച്ച് വായിക്കാൻ വരെ ചാൻസ് ഉണ്ട്. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡൊക്കെ പെട്ടെന്ന് തന്നെ വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ എൻഡ് ചെയ്യുവാണ്. സോ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇടുന്നത് വരെ ബൈ.